ഹായ്, കഥയിലൂടെ പഠിക്കാൻ എളുപ്പമാണല്ലേ? അപ്പൊ ഞാൻ സങ്കല്പിച്ചെടുത്തൊരു കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ കഥയ്ക്ക് അവസാനം കാര്യമുണ്ട് കേട്ടോ. ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തില് ഒരുപാട് കടകളുണ്ട്, കുഞ്ഞു കുഞ്ഞു കടകൾ. ഈ കടകളിലൊക്കെ പണം സൂക്ഷിക്കുന്നുണ്ട്, ചെറിയ ചെറിയ പെട്ടികളിലായി. അവിടെയുള്ള ആളുകൾക്ക് പണം കൊടുക്കുകയാണ് ഈ കടകൾ ചെയ്യുന്നത്. ചില കടകളിൽ പണം ഒരുപാട് ആളുകളിലേക്ക് കൊടുക്കും, ചില കടകളിൽ വളരെ കുറച്ച് മാത്രമേ പണം കൊടുക്കത്തുള്ളൂ. കുറച്ചും വലുതും ഒക്കെ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിന് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ല. ചില ആൾക്കാർ നിയമങ്ങൾ തെറ്റിക്കും, ചില ആൾക്കാർ ഇതൊന്നും എഴുതി വെക്കില്ല. അങ്ങനെ കുറേ പ്രശ്നമായപ്പോൾ ആ നാട്ടിലെ മുതിർന്ന ആൾക്കാരെല്ലാം ചേർന്ന് തീരുമാനിച്ചു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, പൈസയുടെ കാര്യമല്ലേ, നമുക്ക് ഇവരെല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒരു വലിയ സ്ഥാപനം, കുറച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം നമുക്ക് ഉണ്ടാക്കണം. അങ്ങനെ ഒരു പുതിയ സ്ഥാപനം കൊണ്ടുവരികയാണ്. ആ സ്ഥാപനം കടകളെ നിയന്ത്രിക്കാനും തെറ്റ് കണ്ടാൽ അവരെ ശാസിക്കാനും ഇനി അവർക്ക് ധനനഷ്ടം ഉണ്ടാകുന്ന സമയത്ത് അവരെ സഹായിക്കാനും ഒക്കെയായിട്ട് ഉപയോഗപ്രദമാവും. ആളുകൾക്ക് എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു സ്ഥാപനമായിട്ട് മാറും. കഥ സാങ്കല്പികമാണെങ്കിലും ഞാൻ പറഞ്ഞത് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന RBI കുറിച്ചാണ്. 1926 നമ്മുടെ ഹിൽട്ടൺ യങ് കമ്മീഷൻ വരികയും 1934 RBI ആക്ട് പാസ്സാവുകയും ചെയ്തു. 1935 ഏപ്രിൽ 1 RBI എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അന്ന് അതൊരു പ്രൈവറ്റ് ബാങ്കാണ്. മാത്രമല്ല അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കട്ടയിലുമാണ്. കാരണം നമ്മൾ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായിരുന്നല്ലോ. അതിനുശേഷം 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യാൻ തീരുമാനിച്ചു? നാഷണലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 1949 നമ്മൾ RBI നാഷണലൈസ് ചെയ്യുകയും അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പെർമനന്റ്ലി മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ചെറിയ ചെറിയ കഥകളിലൂടെ ഇങ്ങനെയുള്ള നല്ല നല്ല കോൺസെപ്റ്റുകൾ പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.